ഹലോ, മരണ വീട്ടിലുണ്ടോ? ഉണ്ട്. എന്തായി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഒരൊറ്റമനല്ലേ ഉള്ളോ, എല്ലാത്തിനും ഓടി നടക്കണ്ടേ. അവിടുത്തെ അവസ്ഥ ഇപ്പൊ എന്തുവാ? അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ? ആ, തോന്നുന്നു അടിയന്തരത്തെ പറ്റി ആലോചിക്കുകയാണല്ലോ, അതാണ് അടിയന്തരാവസ്ഥ. എന്താ പാടാ അത് പറ. ഞാൻ വിചാരിച്ചു അടൂർ ഭവാനിയുടെ ശബ്ദം പറയുമായിരിക്കും. കാര്യത്തിലൊക്കെ നിർത്തിക്കേ, സങ്കടപ്പെടാതെ. എടാ, മോളിന്ന് എപ്പോ വിളിച്ചാലും പോയാലല്ലേ പറ്റത്തുള്ളോ? അത് മോളി വിളിച്ചപ്പോ പോയതാന്ന് അച്ഛൻ. മോളി അച്ഛനുള്ള ബന്ധം അമ്മ കണ്ടുപിടിച്ചപ്പോ ഇല്ലേ മോളിലോട്ട് പോയത്. നീ കാര്യത്തിലൊക്കെ നിർത്തും, സമാധാനപ്പെട്. അടിച്ചായിരുന്നോ? അച്ഛൻ തലയ്ക്ക് മോളി മരിച്ചു നിൽക്കുവാ. അതിന് സങ്കടം ഓർത്ത് ഞാൻ രണ്ടെണ്ണം അടിച്ചായിരുന്നു. അടിയന്തരക്കാട് അടിച്ചോന്നാ ചോദിച്ചേ. അതോ അപ്പുറത്തെ സുമതി ചേച്ചി ഇല്ലയോ? സുമതി ചേച്ചിയുടെ മോനില്ലയോ അവിടെ പിന്നെ ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു ചെറുക്കൻ? ആര്? വിഷ്ണു. ആ ചെറുക്കനോട് ഞാൻ പറഞ്ഞായിരുന്നു കാർ അടിച്ചോണ്ട് പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു. അവൻ കാർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഇല്ലാത്ത നിക്കർ ഇട്ട് നടക്കുന്ന ഫ്രീക്കനെ പോലുള്ള അവനോടാണോ നീ പറഞ്ഞ അടിയന്തരക്കാട് അടിക്കാൻ? അവൻ കാർ അടിച്ച് വെച്ചിട്ടുണ്ട് മാമ. എടുത്തു പോയി വായിച്ചു നോക്ക്. എടുത്തു പോയി വായിച്ചു നോക്കിയേ. ഹായ് ബ്രോ. ഹായ് ബ്രോ. എന്റെ ബ്രോ ഡാഡി സീൻ ഔട്ടായി. വീട്ടിൽ മൊത്തം ഡാർക്ക് സീനാണ്. സീൻ കളർഫുൾ ആക്കാൻ മച്ചാനും വീട്ടിലെ ചിക്സും വരുന്ന 15-ന് വീട്ടിലെത്തിയാൽ സീൻ കോൺട്രയാക്കാം. വെൽക്കം ടു ദ ഡിജിറ്റൽ ആൻഡ് 4K DJ അടിയന്തരം. വയ്യോ വയ്യോ. ഇതെന്തോടാ വയ്യോ വയ്യോ? വയ്യോ വയ്യോ എന്നല്ല, യോ ബാംഗ്ലൂർ പഠിക്കുമല്ലോ ചെറുക്കൻ. ഇത് കൊണ്ടൊരു വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? ഇത് മാറ്റി അടിക്കണം. മാറ്റി അടിച്ചേക്കാം മാമാ. നമുക്ക് ഫുഡിന്റെ കാര്യം എങ്ങനെ? എടാ, എനിക്ക് ഷുഗർ ആയതുകൊണ്ട് 9 മണിക്ക് മുമ്പ് ഞാൻ കഴിക്കും. എന്നെ പൊന്നു മാമ, ആ വെലിച്ചോറ് കാക്കയൊന്ന് എടുത്തോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ അണ്ണക്കിലോട്ട് തരാം. എടാ, അടിയന്തരത്തിന്റെ ദേശീയ ഭക്ഷണം എന്തുവാ? ഇഡലി സാമ്പാറും അല്ലയോ? അപ്പൊ ഇഡലി എന്ന് പറഞ്ഞാ എങ്ങനെ? ഇഡലി എന്ന് പറഞ്ഞാ വട്ടത്തിൽ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ പൊങ്ങിയിരിക്കും. അതിന്റെ കാര്യമാണെന്ന് ചോദിച്ചേ. ഈ ഇഡലി എത്ര ഓർഡർ ചെയ്തിട്ടുണ്ട്? ഞാനൊരു 150 പറഞ്ഞിട്ടുണ്ട്. ഈ മാമനെ കൊണ്ട് തോരും. നിന്റെ അളിയനാന്ന് തോന്നുന്നു വരുന്നത്. തുണയച്ചളി ഇനി വന്നു കഴിഞ്ഞാൽ മാമ ആ പുള്ളിക്കാരൻ ഇവിടെ വന്ന് എന്തുവല്ല അനാവശ്യ എല്ലാം പറയുവാണെന്നുണ്ട് അയാളുടെ മുട്ടുകാലി തല്ലി ഓടിക്കാൻ പറഞ്ഞേക്കാം. അവനിങ്ങോട്ട് വന്ന് എന്നോട് എന്തെങ്കിലും പറഞ്ഞാണല്ലോ, കൈ ഞാൻ വെട്ടി അഴിഞ്ഞു. ആരുടെ കയ്യ്? അവന്റെ. എന്നാ അത് അവനോട് പറയണം. നല്ലൊരു കുടം അങ്ങ് പോയി. ഒന്ന് ആവശ്യമുള്ളതും ഒന്ന് ആവശ്യമില്ലാത്തതും. അച്ഛനെവിടാ എന്റെ എന്റെ അമച്ചർ നാടകമേ, അത് ചേനയ്ക്ക് നടവെടുത്തിട്ടിരിക്കുക. അളിയന് വല്ലതും പറയാനുണ്ടോ? അളിന് ഇത്രയും ദിവസമായിട്ട് അച്ഛന്റെ ശവോടക്കം കഴിഞ്ഞു, നേരെ ഇത്രോടായിട്ട് ഇപ്പോഴാണ് അളിന് വരാനോട് സൗകര്യമത്തെ. അങ്ങനെയുടെ മുഖം കാണാനുള്ള ശേഷി ഇല്ലാത്തോണ്ട് ഞാൻ ആ പാപനാശം തൊട്ടയ്ക്കിരുന്ന് കരയുമായിരുന്നു അളിയാ, അറിയാവോ? അച്ഛനുള്ള വിഷമം കാരണം സങ്കടം സഹിക്കാൻ വയ്യാതെ പാപനാശം കടപ്പുറത്തിരുന്ന് കരയുമായിരുന്നെന്ന്. ഉണ്ട, പാപനാശം തുറമുവല്ല, പാപനാശം ബാറിലിടുന്ന് ഇവൻ ഒറ്റയ്ക്കടിക്കുമായിരുന്നു. അളിയാ അതല്ല, അവങ്ങി വന്നേ. ഈ കുടുംബത്തിലെ മൂത്തളിയൻ ഞാനാണോ? ആണെങ്കിൽ ഇതിന്റെ ഇവിടുത്തെ കാര്യങ്ങളെ ചെലവും കാര്യങ്ങളൊക്കെ എനിക്കറിയണ്ടേ? ചെലവും കാര്യങ്ങൾ അറിയാനുണ്ട്. അമ്മാവോ അവിടെ ഇന്നാ പോരാ, അതാണ്ട ചാക്കോ മാഷ് വന്നിരിക്കുന്നു. കണക്കോട്ട് ഓർമ്മിച്ചോട്. എനിക്കറിയാമായിരുന്നു ഇവൻ ഇതും കൊണ്ട് വരുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ വായിച്ചു നോക്ക്. എടുക്ക് മാമ. വായക്കിരിട്ട വകയില് 7 കിലോ അരി. മാമ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് അങ്ങാരുടെ വായ അതോ ഫ്ലവറുമില്ല? എടാ, നമ്മുടെ ബന്ധക്കാരെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്. ഞാൻ എല്ലാരോടും പറഞ്ഞു ശകലിച്ചിടുന്ന്. എല്ലാരും വന്ന ഓരോ പിടി അങ്ങ് ഇട്ടു. എന്നിട്ടാ തികഞ്ഞോ? കൊള്ളാം. അടുത്ത കണക്കുണ്ട്. അച്ഛനെ ഗ്ലാസ് ടാങ്കിൽ ഇട്ടത് അച്ഛൻ തേൻമുട്ടായി വല്ലതാണോ അളിയാ? നമ്മുടെ ഒരുപാട് ബന്ധക്കാരില്ലായിരുന്നു ദൂരം എന്നൊക്കെ വന്നത്. അപ്പം അച്ഛന് വലിച്ചു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം ചില്ലിനകത്ത് അങ്ങ് ഇട്ട് വെച്ചു. വലിച്ചു പോയിരിക്കാനോ? എടാ, അങ്ങനെ കണ്ട ഒരു സാധനം ഇല്ലയോ? മോർച്ചറി, മൊബൈൽ മോർച്ചറി, അതാണോ ഉദ്ദേശിച്ചത്? അതിനൊക്കെ ഇപ്പൊ എന്തൊരു വാടകയെന്നറിയോ? ആ സാധനം കണ്ട അവിടെ ഇരിക്കുന്നു, ചടങ്ങ് കഴിഞ്ഞിട്ടും കൊണ്ടുപോയിട്ടില്ല. എന്താ മാമ അത് കൊടുക്കാഞ്ഞേ? അത് ഇവിടുത്തെ പെണ്ണുങ്ങൾ കാരണമാണ്. അതെന്താ? എടാ, അന്ന് ഇവിടുത്തെ ഫ്രിഡ്ജ് അങ്ങ് കംപ്ലൈന്റ് ആയി. ഉള്ള അവിയലും സാമ്പാറും തോരനും പച്ചടിയും കിച്ചടിയും എല്ലാം അതിനകത്ത് അങ്ങ് വെച്ചു. പട്ടിണി കഞ്ഞിക്ക് 7000 ഗുണം. അതെന്തോ പട്ടിണി കഞ്ഞിക്ക് 7000? തലേ ദിവസം ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നില്ലയോ? അവരൊക്കെ പട്ടിണിയായിരുന്നു. അവർക്ക് കഞ്ഞി വെച്ച് കൊടുത്ത വകയിലാണ് ഈ 7000 രൂപ. എന്റെ മാമ,
പട്ടിണി ഇരിക്കുന്ന ആൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തു. ആ അപ്പൊ അവരുടെ പട്ടിണി മാറിയോ? മാറി. പിന്നെ അങ്ങനെ പട്ടിണി കഞ്ഞിയാവും. ചേട്ടാ അവര് തലേ ദിവസം മുതൽ പട്ടിണി ഇരിക്കുന്നവർക്ക് കഞ്ഞി വെച്ച് കൊടുത്തില്ലയോ? അതാണ് പട്ടിണി കഞ്ഞി. അളിയോ ആ. അളിയോ കേട്ടോ, ആ. മാമൻ കഞ്ഞി വെച്ചു. ആ. ആ പട്ടിണി ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അത് കഞ്ഞി കൊടുത്തു. ആ. അവരുടെ പട്ടിണി മാറി. ആ. പിന്നെ ഇത് പട്ടിണി കഞ്ഞിയാവോ? അല്ല, ഒരിക്കലും ആവില്ല. പിന്നെ ഈ മാമന് കള്ളക്കണക്ക് എന്തിനാ എഴുതി വെച്ചേക്കുന്നത് എനിക്കറിയാം. സുരേഷേ ആ. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഉണ്ടാക്കും. ഇവിടെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, കാരണവന്മാരാണ്. ആര് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ മാമാ, ഉണ്ടാക്കരുത്. എന്റെ ദേഹത്ത് ഇഷ്ടമല്ല. നിൽക്കരുത്, ആ. കളി മാറും. ഞാൻ അറിഞ്ഞിട്ടോ? ഇഷ്ടമുള്ളതാ നിന്നെ. എന്തിനാ മാമ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഒരു ആവശ്യമില്ലാത്ത അവൻ ഈ പ്രശ്നം. പ്രശ്നം ഉണ്ടാക്കുന്നതിന് കാരണം നിങ്ങൾക്കറിയാം. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ നിന്നെ ഞാൻ അടിക്കും ഞാൻ. ആ. മാമ, എന്റെ പൊന്നളിയ, അയാൾക്ക് വിവരമെല്ലാം അറിയാം. അയാളോട് പറഞ്ഞേരാ എന്നെ ഇങ്ങനെ തല്ലി അയാളെ ഇങ്ങനെ തല്ലുവെന്ന്. ഓ, എനിക്ക് കേട്ടോ? വയ്യ. കേട്ടോ? പോയി പറഞ്ഞേരാ അവരോട്. എടാ നിനക്ക് എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. കുഞ്ഞു കളിച്ചാണ്ടല്ലോ, ആ. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ 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 നിങ്ങളെ ഇടിക്കുക. എടാ നിനക്ക് എന്റെ സ്വഭാവം അറിയാൻ മേലായിട്ടാ. ഇത് എന്റെ കുടുംബ വീടാ. നിന്നെ അടിച്ചാണുണ്ടല്ലോ ഇങ്ങനെ അടി. ഇങ്ങനെ അടിക്കുക. അയ്യോ അത്രക്കാ ധൈര്യം ഉണ്ട്, എഴുന്നേറ്റോ. മാമ, ആ അടിയന്തരത്തിന്റെ കണക്കൊക്കെ എഴുതി കഴിഞ്ഞോ? ഇല്ല. എന്നാ ഇനി ഒന്നുകൂടെ എഴുതാനുണ്ട്. ആരുടെ? എന്റെ അടിയന്തരത്തിന്റെ. അയ്യോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.